ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണ ഒരു റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. എനിക്ക് കുഞ്ഞിലേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് റൂം മേക്ക് ഓവർ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ കിട്ടാത്ത സമയത്ത് ഉണ്ടാക്കി എന്തിനാ റൂം ക്ലീൻ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് റീസൺ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ ഭയങ്കര പൊടിയാണ്, നല്ലതുപോലെ തുമ്മി തുമ്മി കിടക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ബാക്ക്ഗ്രൗണ്ടിൽ ഒരേ ഫ്രെയിം ആയിരിക്കില്ലേ, അപ്പോൾ അത് ചേഞ്ച് ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു റൂം മേക്ക് ഓവർ. കണ്ടില്ലേ, ഈ റൂമിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം ദയനീയമാണെന്ന്. അത്രയ്ക്കും പൊടിയും സാധനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടേക്കാം. ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. റൂമിൻ്റെ ടോപ്പ് കോർണേഴ്സിൽ നല്ലതുപോലെ പൊടിയും വലയും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടായത്. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ലൈറ്റ്സ്. അപ്പോൾ അതൊക്കെ വന്ന് പൊട്ടി വീഴാണ്ടിരിക്കാൻ വേണ്ടി അത് ഞാൻ റൂമിൻ്റെ പുറത്തും ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ അവസ്ഥ ഉണ്ട്. ഇത് 4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മേടിച്ച ഒരു റിംഗ് ലൈറ്റാണ് വീഡിയോസ് എടുക്കാനായിട്ട്. അതൊക്കെ മാറ്റിയതിന് ശേഷം കൂടുതൽ നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന ഹാപ്പി ബർത്ത്ഡേ ഹാങ്ങിങ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇക്കുവിൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി ഞാൻ. ഈ കാണുന്ന ത്രെഡ്സൊക്കെ ഞാൻ ഇടയ്ക്ക് ബോട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ബ്രഷസും അതുപോലെ അക്രിലിക് പെയിൻറ് ഉണ്ടായിരുന്നു. എൻ്റെ റൂമിൻ്റെ ഏത് കോർണറിൽ നോക്കിയാലും ഇതുപോലെ പല പല അക്രിലിക് പെയിൻറ്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി മാറ്റി വെച്ചു. നെക്സ്റ്റ് തറയിൽ കിടക്കുന്ന കുറേ പേപ്പേഴ്സും വേസ്റ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് ക്ലീൻ ആക്കലാണ്. അതുപോലെ തന്നെ അലക്കാനായിട്ടുള്ള കുറേ ഡ്രസ്സ് തറയിൽ വാരിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ബാസ്ക്കറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ക്ലീനിങ് തുടങ്ങി. ഇത് ഞാൻ മുന്നേ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡെക്കറേറ്റിംഗ് പ്ലാന്റ് ആയിരുന്നു കേട്ടോ. വെറും 149 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോഡക്ട്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻസിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് വേറൊരു കോർണറിലാണ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇളക്കിയിട്ട് പിന്നെ അതിലുള്ള കുറേ പൊടികളെല്ലാം തുടച്ചിട്ട് വേറൊരു പോർഷനിലാണ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ മെയിനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്നെടുത്ത് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതുപോലത്തെ കുറേ റോസസ് കിട്ടിയത്. ഇത് സംഭവം ഒന്ന് ഇക്കു എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഒന്ന് തന്നതാണ്. പിന്നെ ഇക്കുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ മേടിച്ചതുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോഷൂട്ട്സിന് പോകാൻ വേണ്ടി കുറച്ച് മേടിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു കവറിലോട്ട് ഞാൻ മാറ്റി വെച്ചു. നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു കീ ചെയിനാണ്. ഇതെൻ്റെ ഫസ്റ്റ് അല്ലല്ലോ, ഇക്കു തന്ന ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണിത്. അതിനുശേഷം എന്തായാലും ഇന്ന് റൂം ക്ലീൻ ആക്കി കഴിയത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഒരു കോർണറിലുള്ള കുറേ സാധനങ്ങൾ മാറ്റിയിട്ട് നാളെ ചെയ്യാനുള്ള ബാക്കിയൊക്കെ അവിടെ വച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ തൂത്തിറക്കുന്നുണ്ട്. മുന്നേ കുറച്ച് ഫ്രെയിംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മുടെ വോളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് നാളെ അത് ഫ്രെയിമിലുള്ള ഫോട്ടോസ് ഇളക്കിയിട്ട് നമ്മുടെ വോളിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വച്ചേക്കുന്നത്. ദെൻ കുറച്ച് പോളറോയിഡ്സും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ റൂമിലുള്ള ട്രീയിൽ ഒട്ടിച്ചിരുന്നതാണ്. അപ്പോൾ പൊടി മാറ്റാൻ വേണ്ടിയിട്ട് അതും ഞാൻ ഇളക്കിയെടുത്തു. അപ്പോൾ ഇതും നാളെ വെക്കാനുള്ളതാണ്. ഇതും മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതും നാളെ ഹാങ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ കർട്ടൻ ഇട്ടു കേട്ടോ. കാര്യം പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലോട്ട് എല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് കർട്ടൻ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ എല്ലാ പ്രോഡക്ട്സും സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ട് ബാക്കി തൂത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചായ കുടിച്ചതിന് ശേഷം ഞാൻ എല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ റൂമിൻ്റെ അവസ്ഥ. ഇന്ന് ക്ലീനിങ്ങിൻ്റെ ഡേ 2 ആണ് കേട്ടോ. എന്തായാലും വൈകിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായേ. എൻ്റെ കയ്യിൽ കുറച്ച് ഉടൻ കാർഡ്ബോർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഡ്രോയിങ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന്. കാര്യം 4 ഉള്ളൂ, പെട്ടെന്ന് ചെയ്ത് തീർക്കാന്നല്ലേ ഉള്ളൂ. അതാണ് ഈ 4 ഡ്രോയിങ്സ്. ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പരിപാടി ഇതൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി മാറ്റി വെക്കുക എന്നുള്ളത്. ഇനി കുറച്ച് ദിവസത്തേക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ള ഫ്രെയിം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഏകദേശം ഫ്രെയിം മേടിച്ചിട്ട് 1 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഞങ്ങൾ യൂസ് ആക്കാണ്ട് വെച്ചിരുന്നപ്പോൾ നല്ലതുപോലെ ചീത്തായി അത് പൊട്ടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോസ് എടുത്ത് മാത്രം ഞാൻ വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഹാങ്ങിങ്സും ഞാൻ ഹാങ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ വരച്ച ഡ്രോയിങ്സും അത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു എവിടെ ഏതൊക്കെ ഒട്ടിക്കണമെന്നുള്ളത്. പിന്നെ അത് കുഴപ്പമില്ലാണ്ട് ഓക്കെ ആയി. പക്ഷേ സ്ക്വയർ വന്നപ്പോഴാണ് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോയത്. എന്താണെന്ന് വെച്ചാൽ 2 റെഡ് കളറിലുള്ള ഡ്രോയിങ്സ് ആയിരുന്നു ഒരുമിച്ച് വന്നിട്ടുണ്ടായി. പിന്നെ ഞാനത് ഇളക്കിയിട്ട് പിന്നെയും മാറ്റി ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ആ സൈഡുള്ള എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ ടേബിൾ ക്ലീൻ ആക്കുക എന്നുള്ളത്. അതിൽ ഭയങ്കര പൊടിയായിരിക്കും. അപ്പോൾ അതിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിലുള്ള പൊടി തുടച്ചിട്ട് പിന്നെ ഞാൻ റീ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ ആ ടേബിളിലുള്ള ഫുൾ ഐറ്റംസും.
അപ്പോൾ ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മുന്നേ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ട്രീ ആണ് കേട്ടോ. അതിൽ നമ്മുടെ ഫാമിലി ഫോട്ടോസും നമ്മുടെ ഇക്കുവിൻ്റെ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫോട്ടോസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുത്തിനി ബാക്കി എക്സസ് ആയിട്ട് വന്നത് ഈ ഒരു സൈഡിൽ വെക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുന്നേ ഞാൻ ഈ ഒരു ഹാങ്ങിങ് ഫോട്ടോയുടെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ഇളകി വീഴുവോ എന്ന് പേടിച്ചിട്ട് ഞാനത് ഇപ്പുറത്തോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടുള്ളതുപോലെ തോന്നി. അപ്പോൾ റൂമിൻ്റെ എല്ലാ മേക്ക് ഓവർ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാ സൈഡിലുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഒരു LED ലൈറ്റൂടെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. ഉള്ള സാധനങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് റൂം മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ വീണ്ടും റീഅറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.